നമസ്കാരം. കമ്മ്യൂണിക്കേഷൻ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത് ആശയവിനിമയം, ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസവും വിനിമയമാണ് പഠിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കതിൻ്റെ ടെക്നിക്കുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ ആശയവിനിമയം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യ വിദ്യാഭ്യാസം ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തിക്കാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനാണെങ്കിലോ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ടെക്നിക്കുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. വേറെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നിരവധി ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിനകത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. നമുക്ക് ചുരുങ്ങിയതൊരു 6-7 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അപ്പം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് നിന്ന് കണ്ടിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോർഷൻ വളരെ വ്യക്തതയോട് കൂടിയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കൊരു 6-7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ആശയവിനിമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ഇങ്ങനെയാണ്: two-way process of exchanging, shaping ideas, feelings and information. two-way process ആണ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ. two-way process ആണ്. two-way process എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാൾ ഇപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുന്നു, അത് ഓഡിയൻസ് അത് കേൾക്കുന്നു, അങ്ങനെയാണ് two-way വരുന്നത്. അതിനകത്ത് നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുക? ഷേപ്പിംഗ് ഐഡിയാസ്. ഇപ്പം എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയാസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ വഴി. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങളും എല്ലാം അതിനകത്ത് പുതുക്കപ്പെടും. പിന്നെ അതേപോലെ തന്നെ ഫീലിങ്സ്, ഇൻഫർമേഷൻ, ഇതെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുകയാണല്ലോ അല്ലേ? two-way പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കമ്മ്യൂണിക്കേഷനിൽ നമുക്കിത് ബ്രീഫായിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഇതൊരു two-way പ്രോസസ്സാണ് ഓഫ് എക്സ്ചേഞ്ചിങ് ആൻഡ് ഷേപ്പിംഗ് ഐഡിയാസ്, ഫീലിങ്സ് ആൻഡ് ഇൻഫർമേഷൻ. എക്സ്ചേഞ്ചിങ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഐഡിയാസും അതുപോലെ തന്നെ ഫീലിങ്സും ഇൻഫർമേഷനും എല്ലാം ഷേപ്പിംഗ് ചെയ്യുന്നുണ്ട്. അതും ഇതിൻ്റെ കൂടെ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോവാം. എന്തൊക്കെയാണ് അതിൻ്റെ ഗോൾ? എന്താണ് അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ? ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഓൾ കമ്മ്യൂണിക്കേഷൻസ് ഈസ് ടു ബ്രിങ് അബൌട്ട് ചേഞ്ച് ദി ഡിസൈഡ് ഡയറക്ഷൻ ഓഫ് ദി പേഴ്സൺ ഹു റിസീവ് ദി കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്താൽ ആൾ എന്തുണ്ടാക്കണം? ഒരു കമ്മ്യൂണിക്കേഷൻ വഴി ആൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആശയത്തിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കെൽപ്പുണ്ടായിരിക്കണം. അതാണ് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയം എന്ന് പറയുമ്പോൾ. അതിന് 3 തലങ്ങളാണ് അതിനുള്ളത്. ഒന്ന് കോഗ്നിറ്റീവ് എന്ന് പറയും. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ നോളജ്. നമുക്കതിനെ ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടുള്ള അറിവ് ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. ഇൻക്രീസ് ഇൻ നോളജ്, അതാണ് കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെന്താണ് അടുത്തത് പറയുന്നത്? അഫക്റ്റീവ് എന്ന് പറയുന്നത്. അഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അതാണ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനൊക്കെ ഒരു ചേഞ്ച് വരാൻ പ്രാപ്തമാവണം. അതാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സൈക്കോമോട്ടർ എന്ന് പറയുമ്പോൾ അക്വയറിങ് ന്യൂ സ്കിൽസ്. അതൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് PSCയിൽ. ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അതിനകത്ത് വന്നിട്ടുണ്ട്. അക്വയറിങ് ന്യൂ സ്കിൽസ്, പുതിയ സ്കിൽസ് നേടിയെടുക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ്റെ സൈക്കോമോട്ടർ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3 തലങ്ങളിലാണ് വരുന്നത്. കോഗ്നിറ്റീവ് വരുന്നുണ്ട്, അഫക്റ്റീവ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സൈക്കോമോട്ടർ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് പോവാം. എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയാണ് നോക്കാം. ആ ഒരു പ്രോസസ്സിനകത്ത് നമുക്ക് 5 തലങ്ങളാണ് അതിനകത്ത് വരുന്നത്. കോംപ്ലക്സ് പ്രോസസ് ഹാവ് 5 മെയിൻ കമ്പോണൻസ് ആണ് വരുന്നത്. 5 കമ്പോണൻസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻഡർ ഉണ്ട്,
രണ്ടാമത് വരുന്നത് റിസീവേഴ്സ് ഉണ്ട്, ഓഡിയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് വരുന്നത് മെസ്സേജ്. നാലാമത് വരുന്നത് ചാനൽ, അതിന് മീഡിയ ആണ്. പിന്നെ വരുന്നത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് ആണ് സെൻഡർ, റിസീവർ, മെസ്സേജ്, ചാനൽ, അതേപോലെ തന്നെ ഫീഡ്ബാക്ക്. അപ്പോൾ ഇത് 1 by 1 ആയിട്ട് എങ്ങനെയാണ് ഓരോ കമ്പോണൻസും എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. അതിനകത്ത് നമുക്ക് ഫസ്റ്റിൽ വരുന്നത് സെൻഡർ. എന്താണ് സെൻഡർ എന്ന് നോക്കാം. സെൻഡർ എന്ന് പറയുമ്പോൾ ആരാണ്? ഒരു മെസ്സേജ്. സെൻഡർ എന്ന് പറയുമ്പോൾ ഒറിജിനേറ്റർ ഓഫ് ദി മെസ്സേജാണ്. ആ മെസ്സേജ് ആരാണോ അത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആരാണോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ മാധ്യമത്തെ, ആ ഉപാധിയെ പറയുന്നതാണ് സെൻഡർ എന്ന് പറയുന്നത്. ആരാണോ ഈ ഒരു മെസ്സേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെ പറയുന്നതാണ്, അതാണ് സെൻഡറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ സെൻഡറിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ് അത് വേണ്ടത്? അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മസ്റ്റ് നോ ഹിസ് ഒബ്ജക്റ്റീവ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ആ സെൻഡറിന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് അത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതും വ്യക്തമായിരിക്കണം. ഓഡിയൻസ് ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ്, അത് സെൻഡറിൻ്റെ മറ്റൊരു ഇതാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓഡിയൻസ് ഇൻട്രസ്റ്റ്, നമ്മളെ കേൾക്കുന്നവരുടെ താല്പര്യവും അവരുടെ ആവശ്യകതയും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഹിസ് മെസ്സേജ്, ആ സെൻഡറിൻ്റെ മെസ്സേജ്. പിന്നെ അതേപോലെ തന്നെ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഏത് വിധത്തിലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും അതും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്നത് ഹിസ് പ്രൊഫഷണൽ എബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻ. ആ വ്യക്തിക്ക്, ആ സെൻഡറിന് ആളുടെ പ്രൊഫഷണലായിട്ടുള്ള ആളുടെ എബിലിറ്റീസും ലിമിറ്റേഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് ഒരു ഗുഡ് സെൻഡർ. ഒരു മെസ്സേജിൻ്റെ ഒറിജിനേറ്ററുടെ വേണ്ടുന്ന ക്വാളിറ്റീസാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെൻഡറാണ്. ഓക്കെ, അപ്പോൾ സെൻഡറിൻ്റെ കൃത്യമായിട്ട് ആൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പോയിന്റുകൾ പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് റിസീവറാണ്. ഇപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, സെൻഡർ ആ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്തു. ഇനി അതിൻ്റെ നെക്സ്റ്റ് പോയിൻ്റാണ് റിസീവറാണ് വരുന്നത്, ഓഡിയൻസ്. ഓക്കെ, അത് ഒരു സിംഗിൾ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവാം. കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടിങ്ങിൽ സെൻഡർ കഴിഞ്ഞ് അടുത്ത് വരുന്ന ഓഡിയൻസിൽ, റിസീവറിലെ ആ ഓഡിയൻസിൽ അതൊരു സിംഗിൾ പേഴ്സൺ ആവാം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള ക്ലാസ്സുകളാവാം. ഓക്കെ, 2 ടൈപ്പാണ് ഇതുള്ളത്, റിസീവർ ഉള്ളത്. ഒന്ന് കൺട്രോൾഡ് ഓഡിയൻസ് വരുന്നുണ്ട്. കൺട്രോൾഡ് ഓഡിയൻസ് വരുമ്പോൾ ആരൊക്കെയാണ് വരുന്നത്? ഹെൽഡ് ടുഗദർ ബൈ കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് ഹോമോജീനസ്. ആ ഒരു നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, നമുക്ക് നിയന്ത്രിതമായിട്ടുള്ള ഓഡിയൻസ് ആണത്. അത് ഒരു കോമൺ ഇൻട്രസ്റ്റ്, ഒരു പ്രത്യേക വിഷയത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ആ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുന്നവരാണ് കൺട്രോൾഡ് ഓഡിയൻസ് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് അൺകൺട്രോൾഡ് ഓഡിയൻസ് ആണ്. അൺകൺട്രോൾഡ് ഓഡിയൻസ് പറയുമ്പോൾ എന്താണ്? ഗാദർഡ് ടുഗദർ ഫ്രം മോട്ടീവ് ആൻഡ് ക്യൂരിയോസിറ്റി. അതാണ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഓഡിയൻസ് പറയുന്നത്. അപ്പോൾ കൺട്രോൾഡ് ആയിട്ടുള്ള ഓഡിയൻസ് പറയുമ്പോൾ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട ആളുകൾ, അവർ അതിൻ്റെ ആ വിഷയത്തിനെ താല്പര്യപ്പെട്ട് ആ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കുന്നവർ, അത് റിസീവ് ചെയ്യുന്നവർ. അൺകൺട്രോൾഡ് ആകുമ്പോൾ എന്താണ്? ഗാദർഡ് ടുഗദർ ഫ്രം മോട്ടീവ് ഓഫ് ക്യൂരിയോസിറ്റി. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂട്ടം കൂടി നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അപ്പോൾ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയോ നടക്കുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ആ ആകാംക്ഷ കൊണ്ട് അത് കേട്ട് നിൽക്കുന്ന അതാണ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെൻഡർ പഠിച്ചു, റിസീവർ പഠിച്ചു. ഇനി മൂന്നാമത് വരുന്നതാണ് മെസ്സേജ് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് മെസ്സേജ്. സെൻഡർ ആ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് കേൾക്കുന്നവരോ കാണുന്നവർ റിസീവർ. മൂന്നാമത് അതിൻ്റെ ഉള്ളടക്കം, അതിനകത്ത് ആ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന മെസ്സേജാണ്. ഓക്കെ, ഇൻഫർമേഷൻ വിച്ച് ദി കമ്മ്യൂണിക്കേറ്റർ ട്രാൻസ്മിറ്റ് ടു ഹിസ് ഓഡിയൻസ് ടു റിസീവ്, അണ്ടർസ്റ്റാൻഡ്, അക്സെപ്റ്റ്, ആക്ട് അപ്പോൺ. ഓക്കെ, അപ്പോൾ എന്താണ് മെസ്സേജ് എന്ന് പറയുന്നത്? ആ ഒരു ഇൻഫർമേഷനാണ് കമ്മ്യൂണിക്കേറ്റർ കൊടുക്കുന്ന, അതല്ലെങ്കിൽ സെൻഡർ കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷനാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അത് ആ ഓഡിയൻസിന് അത് സ്വീകാര്യമായിരിക്കണം, അത് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. അക്സെപ്റ്റ്, അതുപോലെ തന്നെ ആക്ട് അപ്പോൺ,
അവർക്ക് അതിനനുസരിച്ച് പെരുമാറാനും പ്രാപ്തമായിരിക്കണം. അതാണ് ഒരു മെസ്സേജിൻ്റെ ക്വാളിറ്റി പറയുമ്പോൾ. ഇനി നമുക്കതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. എ ഗുഡ് മെസ്സേജ് ഷുഡ് ബി, ഒരു നല്ലൊരു മെസ്സേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള അതായിരിക്കണം, എന്താ പറയുന്നത്, ഇൻ ലൈൻ ദി ഒബ്ജക്റ്റീവ്, മീനിങ് ബേസ്ഡ് ഓൺ ദി ഫെൽറ്റ് നീഡ്, അതേപോലെ തന്നെ ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ, സ്പെസിഫിക് ആൻഡ് അക്യുറേറ്റ്, ടൈംലി ആൻഡ് അഡിക്വേറ്റ്, ഫിറ്റിംഗ് ദി ഓഡിയൻസ്, ഇൻട്രസ്റ്റിംഗ്, കൾച്ചറലി ആൻഡ് സോഷ്യലി അപ്രോപ്രിയേറ്റ്. അപ്പോൾ എന്താണ് മെസ്സേജിൻ്റെ ക്വാളിറ്റി, എന്തൊക്കെയാണ് ക്വാളിറ്റീസ്? ഗുഡ് മെസ്സേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒബ്ജക്റ്റീവിൽ എന്താണോ വിഷയം, ആ ഒബ്ജക്റ്റീവിൽ അടങ്ങിയിരിക്കുന്നതായിരിക്കണം. ഇൻ ലൈൻ ദി ഒബ്ജക്റ്റീവ്, ഏത് വിഷയത്താണോ നമ്മൾ സംസാരിക്കുന്നത് ആ വിഷയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതിലടങ്ങിയിരിക്കണം. അതേപോലെ തന്നെ മീനിങ് ഫുള്ളായിരിക്കണം, അർത്ഥവത്തായിരിക്കണം മെസ്സേജ്. നമുക്കത് കേട്ടാലോ അല്ലെങ്കിൽ കണ്ടാലോ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാവണം. അടുത്ത പോയിന്റ്, അത് ബേസ്ഡ് ഓൺ ദി ഫെൽറ്റ് നീഡ് എന്ന് പറയുന്നത് എന്താണോ ആവശ്യകത അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അത് മെസ്സേജുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അത് കൃത്യമായിട്ട് മനസ്സിലാവണം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഇതിപ്പം നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന രീതിയിൽ തന്നെ നോക്കൂ. ക്ലാസ് എടുക്കുന്നു, അത് സെൻറ്റർ എന്ന് പറയുന്നത് ഞാൻ സെൻറ്ററായിട്ട് വരുന്നു, അത് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. റിസീവറായിട്ട് ഇത് കേൾക്കുന്നവർ വരുന്നു. ഇനി മെസ്സേജ് എന്ന് പറയുമ്പോൾ ആ മെസ്സേജിൽ എന്താ വരുന്നത്, നമ്മൾ എടുക്കുന്ന ക്ലാസ് ആണ് മെസ്സേജായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയാണ് പറയുന്നത്. നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം, എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് കൃത്യമായിട്ട് ഇരിക്കണം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എല്ലാം അടങ്ങിയിരിക്കണം. അതേപോലെ തന്നെ സ്പെസിഫിക് ആൻഡ് അക്യുറേറ്റ്, കറക്റ്റായിട്ട് ഇരിക്കണം. അത് പിന്നെ അതുപോലെ ടൈംലി ആൻഡ് അഡിക്വേറ്റ്. ഓക്കെ, പിന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ക്ലാസ്സുകളിപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ എന്തായിരിക്കും, ചിലപ്പം റിസീവേഴ്സ് ഓഡിയൻസ് എല്ലാം അത് സ്കിപ്പ് ചെയ്ത് പോകും, അത് വേണ്ടെന്ന് വെച്ച് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊരു കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആവും. പിന്നെ അതേപോലെ തന്നെ കൾച്ചറലി ആൻഡ് സോഷ്യലി അപ്രോപ്രിയേറ്റ്, കൾച്ചറലൊക്കെ ആയിട്ട് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ വിഭാഗങ്ങളിലും അവർക്ക് എങ്ങനെയാണത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിലുള്ള രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻ നടത്താൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഒരു ഗുഡ് മെസ്സേജിൻ്റെ ക്വാളിറ്റീസാണ് പറഞ്ഞത്. ട്രാൻസ്മിറ്റിംഗ് റൈറ്റ് മെസ്സേജ് ടു ദി റൈറ്റ് പീപ്പിൾ അറ്റ് റൈറ്റ് ടൈം ഈസ് വെരി ക്രൂഷ്യൽ ഫാക്ടർ ഇൻ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻസ്. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സക്സസ്ഫുൾ ആവാനുള്ള ഇതാണ് പറയുന്നത്. റൈറ്റ് മെസ്സേജ്, കറക്റ്റ് മെസ്സേജ് ആവണം, അത് കറക്റ്റ് ആളുകൾക്ക് കിട്ടണം, അത് കറക്റ്റ് സമയത്ത് കിട്ടണം. അതാണ് അതിൻ്റെ ക്രൂഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത്. കറക്റ്റ് മെസ്സേജ്, കറക്റ്റ് റൈറ്റ് പീപ്പിൾ, അതേപോലെ തന്നെ റൈറ്റ് ടൈം. കൃത്യമായിട്ടുള്ള മെസ്സേജ് കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അപ്പം നമ്മൾ സെൻറ്റർ പഠിച്ചു, റിസീവർ പഠിച്ചു, മെസ്സേജ് എന്താണെന്ന് പഠിച്ചു. ഇനി ചാനലാണ്. നമ്മളിപ്പം ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഒരു ചാനൽ വേണമല്ലോ, ഒരു മാധ്യമം വേണമല്ലോ, ഒരു മീഡിയം വേണമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം വരുന്നത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ചാനൽസിൽ വരുന്നതാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ അടുത്തൊരു പേരാണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. പോയിന്റ് കൃത്യമായിട്ട് നോക്കി പോകണം. ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വരിക. നമുക്ക് മനസ്സിലാക്കാൻ തെറ്റിപ്പോകുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ അനദർ നെയിം ഓഫ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ മോസ്റ്റ് പെർസ്യൂസീവ് ആൻഡ് എഫക്റ്റീവ്, ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇതേപോലെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത ക്വാളിറ്റി ഉണ്ട് ഇൻഫ്ലുവൻഷ്യൽ ഇൻ അൺഡിസൈഡഡ് ഡിസിഷൻസ്. അതിനകത്ത് നമ്മൾ ഒരു മുൻവിധി ഇല്ലാത്ത രീതിയിലാണ് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഓക്കെ, അപ്പം ചാനലിൽ ഫസ്റ്റിൽ വരുന്നത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വന്നു. അടുത്തത് വരുന്നത് മാസ് മീഡിയയാണ്. എന്താണ് മാസ് മീഡിയയിൽ? മാസ് മീഡിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് നമുക്ക് ടി വി ചാനലുകൾ. മാസ് മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ വലിയ വോളിയം, വലിയ ക്വാണ്ടിറ്റി ഓഡിയൻസിനെയാണ് ഉദ്ദേശിക്കുന്നത് മാസ് മീഡിയ. ഒരുപാട് പേർക്ക് ഒരേ സമയം കേൾക്കാനും കാണാനൊക്കെ
ഉതകുന്നതാണ് മാസ് മീഡിയ ചാനലുകൾ വരുന്നത്. അതിൽ പറയുന്നത് ഇപ്പോൾ ടി വി ചാനലുകളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ന്യൂസ് ചാനലാണെങ്കിൽ അത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ഒരേ സമയം ആ വാർത്തകൾ കേൾക്കാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ റേഡിയോ, പ്രിൻ്റഡ് മീഡിയ, പത്രം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രിൻ്റഡ് മീഡിയ. വാൾ പോസ്റ്ററുകൾ, നോട്ടീസുകൾ, ഇതൊക്കെ പ്രിൻ്റഡ് മീഡിയയിൽ വരുന്നുണ്ട്. ഓക്കെ, അതിൽ പറയുന്നത് നോക്കൂ, റീച്ചസ് ലാർജ് പോപ്പുലേഷൻ ക്വിക്കലി, പെട്ടെന്ന് വലിയ പോപ്പുലേഷന് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലാണ് മാസ് മീഡിയ വരുന്നത്. ഈ മാസ് മീഡിയയുടെ മറ്റൊരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. മാസ് മീഡിയ വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. കാരണം നമുക്കിപ്പോൾ ഒരു റേഡിയോയിൽ നിന്ന് നമുക്ക് ആ ശബ്ദം ഇങ്ങോട്ട് കേൾക്കുക മാത്രമേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. ലെസ് എഫക്റ്റീവ് ഇൻ ബിഹേവിയർ ചേഞ്ച്. അതിന് ഒരു ബിഹേവിയർ ചേഞ്ചിന് സാധ്യത കുറവാണ്. കാരണം അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ടി വി ചാനലാണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, അതൊക്കെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അതൊരു എഫക്റ്റീവ് ആവില്ല. നേരെ മറിച്ച് എങ്ങനെയാണ്, അപ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തി ഇപ്പം ഒരു ഡോക്ടറെ അടുത്ത് പോയി ഒരു കൗൺസിലിങ്ങിന് പോയി അവിടെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ മാസ് മീഡിയയിൽ ലെസ് എഫക്റ്റീവാണ് വരുന്നത്. ബിഹേവിയർ ചേഞ്ചിലൊക്കെ ലെസ് എഫക്റ്റീവാണ് വരുന്നത്. ഓക്കെ, വൺ വേ കമ്മ്യൂണിക്കേഷനാണ് മാസ് മീഡിയ വരുന്നത്. അടുത്ത ചാനൽ വരുന്നത് ട്രഡീഷണലാണ് ചാനലാണ് വരുന്നത്, ഫോക്ക് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ട്രഡീഷണൽ മീഡിയ ലൈക്ക് ഫോക്ക് ഡാൻസ്, തെരുവ് നാടകങ്ങൾ വഴി നമ്മൾ കമ്മ്യൂണിക്കേഷൻ, ഒരു പ്രത്യേക മെസ്സേജ് എല്ലാവർക്കും എത്തിക്കുന്ന ഒരു രീതിയാണ് തെരുവ് നാടകങ്ങൾ. ഓക്കെ, പലരും അത് കണ്ടു കാണും ഞാൻ കരുതുന്നു. തെരുവ് നാടകങ്ങൾ ഇപ്പം ഈ ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള തെരുവ് നാടകങ്ങളും പാട്ടുകളും അതുപോലെ തന്നെ എല്ലാം ഫോക്ക് ഡാൻസുകളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പ്രത്യേക മെസ്സേജ് കൈമാറാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കുറേ നല്ല സൗണ്ടും കുറച്ച് കൊട്ടും പാട്ടൊക്കെ ആകുമ്പോൾ അത് ഒന്ന് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടുകൊണ്ട് നിൽക്കും. അപ്പം അതിൽ വരുന്ന ആ മെസ്സേജിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. റൂട്ടഡ് ഇൻ കൾച്ചറൽ വാല്യൂ ഓഫ് ദി കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയുടെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും കൾച്ചറലായിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അവർക്കൊരു ആസ്വാദനം ആവും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് അവരുടെ ഉള്ളിലേക്ക് എത്തും ചെയ്യും. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മൾ ഇപ്പം ഈ മഴക്കാലത്തിന് മുന്നൊക്കെ പ്രീ മൺസൂൺ ആക്ടിവിറ്റീസിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡെങ്കിപ്പനി ആണെങ്കിലും മുന്നെയൊക്കെ H1N1 ഒരു ഭീതി പരത്തിയപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാം വഴിയൊക്കെ ഒരുപാട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ചാനലാണ് ഫോക്ക് മീഡിയ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് പ്രിസർവേഴ്സ് ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് എഫക്റ്റീവ് ഇൻ റൂറൽ ഏരിയാസിലാണ് അവർക്ക് കൃത്യമായിട്ട് ഇത് ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ട്. അവരത് കൃത്യമായിട്ട് ആസ്വദിച്ച് ആ മെസ്സേജിൻ്റെ കണ്ടൻറ്റ് അവർ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യും. തീർച്ചയായിട്ടും അത് ഈ ഇപ്പം ഒരു ഫോക്ക് ഡാൻസോ അല്ലെങ്കിൽ സിംഗിങ്ങോ ഡ്രാമാസോ ഒക്കെ കഴിഞ്ഞിട്ട് നിരവധി ആളുകൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് നമ്മളെ സമീപിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു ചാനലാണ് ട്രഡീഷണൽ അല്ലെങ്കിൽ ഫോക്ക് മീഡിയ പറഞ്ഞ ചാനലുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ വരെ എത്തി? സെൻഡർ പഠിച്ചു, റിസീവർ പഠിച്ചു, മെസ്സേജ് പഠിച്ചു, ചാനൽ പഠിച്ചു. ഏറ്റവും ലാസ്റ്റിൽ വരുന്നതാണ് ഫീഡ്ബാക്ക്. എന്താണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതിൻ്റെ ഒരു പ്രതികരണം അറിയണം അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി, അത് മറ്റുള്ളവർക്കത് അക്സെപ്റ്റബിൾ ആണോ, അവർക്കത് മനസ്സിലായോ, അല്ലെങ്കിൽ അവർക്കത് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, ഇതെല്ലാം നമ്മുടെ അടുത്തേക്ക് പറയുമ്പോഴാണ്, തിരിച്ച് അവർ പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ക്ലാപ്പിംഗ് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഫീഡ്ബാക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അപ്പോഴാണ് നമുക്കതിൻ്റെ കൃത്യമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വെറുതെ നിന്ന് പറഞ്ഞു പോകുന്നതിനേക്കാളും നമ്മൾ പറഞ്ഞതിൻ്റെ തിരിച്ചൊരു അഭിപ്രായം കേൾക്കാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവും ഇല്ലേ. അപ്പം അതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് കമ്പോണൻ്റ് ആയിട്ട് വരുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ എന്താ? റിയാക്ഷൻ ഫ്രം ദി ഓഡിയൻസിൽ നിന്നുള്ള റിയാക്ഷനാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ക്ലാപ്പിംഗ് ആവും, നല്ല
അവതരണം അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷന് നല്ല ക്ലാപ്പിംഗ് ആവും, മോശമാണെങ്കിൽ നല്ല കൂവലും ആവും. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ ഫ്രം ദി ഓഡിയൻസ് എന്നുള്ള റിയാക്ഷനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. മെസ്സേജ് റിജക്റ്റഡ് ഇഫ് നോട്ട് ക്ലിയർ ഓർ നോട്ട് ആക്സെപ്റ്റബിൾ. ആ മെസ്സേജ് റിജക്റ്റ് ആവുക എങ്ങനെയാണ്? ഈ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലെങ്കിൽ അത് അവർക്ക് സ്വീകാര്യമല്ലെങ്കിൽ അത് റിജക്റ്റ് ആവും. അപ്പം ഈ ഒരു ഫീഡ്ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗണത്തിൽ വരുന്ന ചിലപ്പോൾ ഒരു മോശമായിട്ടുള്ള റിയാക്ഷനുകളും ഉണ്ടാവും, അതും ഫീഡ്ബാക്കിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു സെൻഡർ ടു മോഡിഫൈ ദി മെസ്സേജ് ആൻഡ് റെൻഡർ ഇറ്റ് അക്സെപ്റ്റബിൾ. നമ്മൾ ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഫീഡ്ബാക്ക്, ഇപ്പോൾ മോശം ഫീഡ്ബാക്ക് ആണെങ്കിൽ ആ കുറച്ച് ഒന്ന് കഴിവുള്ള ആളാണെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ നമുക്ക് ആ മെസ്സേജ് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് അവർക്ക് അക്സെപ്റ്റബിൾ ആവുന്ന രീതിയിൽ ആ മെസ്സേജ് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതും ഫീഡ്ബാക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഗുണമാണ്. ഇനി എന്താ പറയുന്നത്, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അല്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഫീഡ്ബാക്ക് വരുന്നുണ്ട്. നമ്മളെ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യും, ആ ഒരു റിപ്ലൈ ചെയ്യുന്നതാണ് ആ ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അത് വളരെ പെട്ടെന്നുണ്ടാകുന്ന കാര്യമാണ്, ഫീഡ്ബാക്ക് ഉണ്ടാകുന്നത്, അത് വളരെ പെട്ടെന്നുണ്ടാകുന്ന ഫീഡ്ബാക്കാണത്. ഇനി മാസ് കമ്മ്യൂണിക്കേഷനിൽ എന്താ പറയുന്നത്, മാസ് കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്ക് വരാൻ സമയമെടുക്കും. ഇപ്പോൾ റേഡിയോയിലാണെങ്കിലോ അല്ലെങ്കിൽ ടി വിയിലാണെങ്കിലോ ചാനലിലാണെങ്കിലോ നമുക്ക് ആ ക്വിക്കലി നമുക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അതിനവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഇപ്പോൾ ടി വിയിലേക്കാണെങ്കിൽ താഴെ ഒരു ഫോൺ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അത് പറഞ്ഞിട്ടുള്ളൊരു ഫോൺ നമ്പർ ഉണ്ടാവും. അപ്പം നമ്മളതിൻ്റെ ഒരു അഭിപ്രായം അറിയിച്ചു. ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം യൂട്യൂബ് ന്യൂസ് ചാനലുകളിലൊക്കെ ഒരു ചാറ്റ് ഓപ്ഷൻ ഉണ്ട് അല്ലേ. അതിനകത്ത് ഓരോ വാർത്തകൾ കാണുമ്പോഴും ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതെന്താണെങ്കിലും ഇത് ആ ഒരു സെൻറ്റർ ഇത് കണ്ട് അതിന് റിപ്ലൈ തരാനൊക്കെ ചിലർക്ക് റിപ്ലൈ കിട്ടില്ല, ചിലർക്ക് റിപ്ലൈ കിട്ടും. അപ്പോൾ അതിനൊരു ടൈം എടുക്കും. അത് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫീഡ്ബാക്ക് അങ്ങനെയാണ്, ടൈമിൽ കുറച്ച് ലാഗ് ഉണ്ടാവും. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, കമ്പൈൻഡ് ത്രൂ ഒപ്പീനിയൻ പോൾസ്, സർവേ ആൻഡ് ഇൻ്റർവ്യൂസ് വരുന്നത് ഫീഡ്ബാക്കിൽ വരുന്നതാണ്. നമുക്ക് സർവേകളാണെങ്കിലും അതേപോലെ തന്നെ ഒപ്പീനിയൻ പോളാണെങ്കിലും നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. അപ്പം ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിൻ്റെ റിയാക്ഷനെയാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിൻ്റെ റിയാക്ഷനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചല്ലോ. 5 കമ്പോണൻസ് ആണുള്ളത്. സെൻഡർ, നമ്മൾ ആ ഒരു മെസ്സേജ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ സോഴ്സിനെ പറയുന്നതാണ് സെൻഡർ. റിസീവർ, രണ്ടാമത്തെ പോയിൻ്റ് റിസീവർ, ഓഡിയൻസ്, റിസീവർ. ഇനി നമ്മൾ പറയുന്ന കണ്ടൻറ്റിനെ പറയുന്നതാണ് മെസ്സേജ്. പിന്നെ നമ്മൾ ആ കണ്ടൻറ്റ് പാസ് ചെയ്യുന്ന മീഡിയത്തെ പറയുന്നതാണ് ചാനൽ എന്ന് പറയുന്നത്. ചാനലുകൾ വഴിയാണ് നമ്മൾ ആ കണ്ടൻറ്റ് പാസ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് 5ാമത്തെ കമ്പോണൻ്റായിട്ട് വരുന്നത് ഫീഡ്ബാക്കാണ്. അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ആ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലാണോ അല്ലെങ്കിൽ മോശം രീതിയിലാണോ എഫക്റ്റ് ആയി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഫീഡ്ബാക്ക് ഉപകരിക്കുന്നത്. ഓക്കെ.